ചില അപമാനങ്ങൾ അത് വെറും വാക്കുകളല്ല, അത് ആത്മാവിനേൽക്കുന്ന ആഴത്തിലുള്ള മുറിവുകളാണ്. എല്ലാവർക്കും മുന്നിൽ വെച്ച് നിങ്ങൾ തകർന്നുപോയ ആ നിമിഷം, തൊണ്ടയിൽ വാക്കു തടഞ്ഞ് തല താഴ്ത്തി നിൽക്കേണ്ടി വന്ന ആ സെക്കൻഡുകൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അന്ന് നിങ്ങളെ നോക്കി പരിഹസിച്ചവർ കരുതിയത് നിങ്ങളൊരു ചാവേറാണെന്നാണ്. പക്ഷേ അവർക്കറിയില്ലായിരുന്നു, അവർ ചവിട്ടി മെതിച്ചത് ഒരു വിത്തിനെയല്ല, വരാനിരിക്കുന്ന ഒരു മഹാസാമ്രാജ്യത്തിന്റെ അടിത്തറയെയാണെന്ന്. നിങ്ങളെ അപമാനിച്ചവർക്ക് നിങ്ങൾ നൽകേണ്ട മറുപടി അലർച്ചകളല്ല, മറിച്ച് നിശബ്ദതയിൽ നിങ്ങൾ പടുത്തുയർത്തുന്ന ഭീതി കലർന്ന ആധിപത്യമാണ്. അപമാനിച്ചവൻ സമാധാനമായി ഉറങ്ങരുത്. അവൻ നിങ്ങളെ കാണുമ്പോൾ വഴിമാറി നടക്കണം. നിങ്ങളുടെ നിഴൽ കാണുമ്പോൾ പോലും അവന്റെ ഉള്ളിൽ ഭയം വിറയ്ക്കണം. എങ്ങനെ? ചാണക്യൻ പഠിപ്പിച്ചു തന്ന ആ ക്രൂരവും എന്നാൽ സത്യവുമായ ആയുധങ്ങൾ ഏതൊക്കെയാണ്? അധികാരത്തിന്റെയും ബുദ്ധിയുടെയും പ്രതികാരത്തിന്റെയും ആ കറുത്ത അധ്യായങ്ങളിലേക്ക് സ്വാഗതം. ഇത് ദി റിയൽ ചാണക്യ. നിങ്ങളുടെ തളർച്ചയെ തന്ത്രമാക്കി മാറ്റാൻ, നിങ്ങളുടെ കണ്ണീരിനെ ചോരയാക്കി മാറ്റാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, ഇവിടെ സാന്ത്വനങ്ങളില്ല, വിജയത്തിലേക്കുള്ള കഠിനമായ പാതകൾ മാത്രമാണുള്ളത്. ആ പാതയിലൂടെ സഞ്ചരിക്കാൻ ധൈര്യമുള്ളവർ മാത്രം ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. ചാണക്യൻ പഠിപ്പിക്കുന്നത് ക്ഷമിക്കാനല്ല, മറിച്ച് ശത്രുവിനെ നിഷ്പ്രഭനാക്കാനാണ്. അദ്ദേഹം പറയുന്നു, ഒരു പാമ്പിന് വിഷമില്ലെങ്കിലും അത് പത്തി വിടർത്തണം. നിങ്ങളുടെ ഉള്ളിൽ കത്തുന്ന ദേഷ്യം ലോകത്തെ അറിയിക്കരുത്. അത് നിങ്ങളുടെ മുഖത്ത് തെളിയരുത്. പകരം ആ ദേഷ്യം നിങ്ങളുടെ വിജയത്തിനുള്ള ഊർജമായി മാറ്റുക. നിങ്ങളെ അപമാനിച്ചവൻ കാണേണ്ടത് നിങ്ങളുടെ തകർച്ചയല്ല, മറിച്ച് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത നിങ്ങളുടെ അവിശ്വസനീയമായ വളർച്ചയാണ്. നിശബ്ദതയാണ് ഏറ്റവും വലിയ ആയുധം. നിങ്ങൾ എവിടെയാണെന്നോ എന്തു ചെയ്യുന്നുവെന്നോ ശത്രു അറിയരുത്. നിങ്ങൾ മറുപടി നൽകേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട്. ശത്രുവിന്റെ ആത്മവിശ്വാസം തകർത്തുകൊണ്ടായിരിക്കണം. അപമാനിക്കുന്നവർക്ക് മുന്നിൽ തലകുനിക്കുന്നവൻ ഭീരുവാണ്. എന്നാൽ ആ അപമാനത്തെ ചവിട്ടുപടിയാക്കി മാറ്റി ശത്രുവിന്റെ കണ്ണുകളിൽ ഭയം നിറയ്ക്കുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ നിങ്ങൾ ഒരു പർവ്വതം പോലെ വളരുക. അവർ നിങ്ങളെ നോക്കുമ്പോൾ കാണേണ്ടത് അവരുടെ പരാജയത്തിന്റെ പ്രതിരൂപത്തെ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളെ അപമാനിച്ച ആ മുഖങ്ങളെ ഒന്ന് ഓർക്കുക. എന്നിട്ട് ഉള്ളിൽ ഉറച്ചു പറയുക, ഇനി മുതൽ നിങ്ങളുടെ കാലമാണ്. ഇനി നിങ്ങൾ ഇരയല്ല, വേട്ടക്കാരനാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം ഉണരട്ടെ. ഇത് വെറുമൊരു വാക്കല്ല, ഇതൊരു മാറ്റമാണ്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ, ആ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരൊറ്റ കാര്യം മാത്രം രേഖപ്പെടുത്തുക: ഐ എം പവർഫുൾ. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രതിജ്ഞയാകട്ടെ. അപമാനിക്കുന്നവന്റെ നാവടക്കാൻ 3 വഴികളാണ് ചാണക്യൻ പറഞ്ഞു തരുന്നത്. ഇത് വെറും ഉപദേശങ്ങളല്ല, നിങ്ങളുടെ ശത്രുവിനെ മാനസികമായി തകർക്കാനുള്ള ആയുധങ്ങളാണ്. 1. നിഗൂഢമായ നിശബ്ദത. നിഗൂഢമായ നിശബ്ദത. ചാണക്യൻ തന്റെ ശത്രുക്കളെ തകർക്കാൻ ഉപയോഗിച്ച ഏറ്റവും മാരകമായ ആയുധം ഇതായിരുന്നു. ഒരാൾ നിങ്ങളെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുമ്പോൾ, പരിഹസിക്കുമ്പോൾ, തിരിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ നിങ്ങൾ നൽകുന്ന ആ നിശബ്ദതയുണ്ടല്ലോ, അത് അവൻ പ്രതീക്ഷിക്കുന്ന പ്രതികരണമല്ല. അപമാനിക്കുന്നവൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ദേഷ്യത്തിനാണ്, നിങ്ങളുടെ തർക്കത്തിനാണ്. കാരണം നിങ്ങൾ പ്രതികരിക്കുമ്പോൾ അവൻ വിജയിക്കുന്നു. എന്നാൽ നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഭയം മുളയ്ക്കുന്നു. അവൻ സ്വയം ചോദിച്ചു തുടങ്ങും, ഇവൻ എന്താണ് ഒന്നും മിണ്ടാത്തത്? ഇവൻ ഉള്ളിൽ എന്ത് പ്ലാൻ ചെയ്യുകയാണ്? നിശബ്ദതയെന്നാൽ ഒന്നും ചെയ്യാതിരിക്കലല്ല, അത് കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തതയാണ്. നിങ്ങളുടെ പദ്ധതികൾ ശത്രുവിനു മുന്നിൽ വെളിപ്പെടുത്താതിരിക്കുക. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ അത് രഹസ്യമായി വെക്കുക. നിങ്ങളെ അപമാനിച്ചവന് നിങ്ങളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കരുത്. നിങ്ങൾ എവിടെയാണെന്നോ എന്ത് പ്ലാൻ ചെയ്യുന്നുവെന്നോ അവൻ അറിയരുത്. അദൃശ്യനായ ഒരു ശത്രുവിനേക്കാൾ ഭീകരമായി മറ്റൊന്നുമില്ല. അവൻ നിങ്ങളെ വീണ്ടും അപമാനിക്കാൻ ശ്രമിച്ചേക്കാം. അപ്പോഴും ഒരൊറ്റ ചിരിയിൽ ആ മറുപടി ഒതുക്കുക. ആ ചിരിയിൽ അവനുള്ള മരണവാറന്റ് ഉണ്ടെന്ന് അവൻ വൈകാതെ മനസ്സിലാക്കും. വാക്കുകൾ കൊണ്ട് മറുപടി നൽകാൻ ആർക്കും കഴിയും, എന്നാൽ നിശബ്ദത കൊണ്ട് ശത്രുവിന്റെ ഉറക്കം കെടുത്താൻ ചാണക്യന്മാർക്ക് മാത്രമേ കഴിയൂ. ഇപ്പോൾ നിങ്ങളോട് തന്നെ പറയുക, എന്റെ നിശബ്ദത എന്റെ ബലഹീനതയല്ല, എന്റെ ഏറ്റവും വലിയ കരുത്താണ്. 2. അസാധ്യമായ വളർച്ച. നിങ്ങളെ അപമാനിച്ചവരോട് പക തീർക്കാൻ നിങ്ങൾ തെരുവിലിറങ്ങണോ? വേണ്ട. അവരെ ചീത്ത വിളിക്കണോ? അതിന്റെ ആവശ്യമേ ഇല്ല. അവരോടുള്ള ഏറ്റവും വലിയ പ്രതികാരം അവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഉയരങ്ങളിലേക്ക് നിങ്ങൾ വളരുക എന്നതാണ്. ചാണക്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ശത്രുവിനെ കൊല്ലേണ്ടത് ആയുധം കൊണ്ടല്ല, നിങ്ങളുടെ വളർച്ച കൊണ്ടാണ്. ഇന്ന് നിങ്ങളെ പരിഹസിച്ചവൻ നാളെ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഭയപ്പെടണം. അവൻ നിങ്ങളെ പുച്ഛിച്ച അതേ കവലയിൽ നിങ്ങളുടെ വിജയാഘോഷത്തിന്റെ കൊടിതോരണങ്ങൾ ഉയരണം. നിങ്ങൾ തോറ്റുപോയി എന്ന് കരുതി ആഘോഷിക്കുന്നവർക്ക് മുന്നിലൂടെ ഒരു ചക്രവർത്തിയെപ്പോലെ നിങ്ങൾ നടന്നു നീങ്ങണം. ആ നിമിഷം അവർ അനുഭവിക്കുന്ന ഒരു നീറ്റലുണ്ട്, പരാജയത്തിന്റെ നീറ്റൽ. ആ വേദനയാണ് നിങ്ങൾ അവർക്ക് നൽകേണ്ട ഏറ്റവും വലിയ ശിക്ഷ. ഓർക്കുക, ചാണക്യൻ ഒരു വെറും ബ്രാഹ്മണനായിരുന്നു. പക്ഷേ നന്ദരാജാവ് അദ്ദേഹത്തെ അപമാനിച്ചപ്പോൾ
അദ്ദേഹം വളർന്നത് ഒരു സാമ്രാജ്യം പടുത്തുയർത്തിക്കൊണ്ടാണ്. നിങ്ങളെ തളർത്താൻ നോക്കുന്ന ഓരോ വാക്കുകളെയും നിങ്ങളുടെ വിജയത്തിനുള്ള പടവുകളാക്കുക. നിങ്ങൾ എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ശത്രു ചെറുതായിക്കൊണ്ടിരിക്കും. ഒടുവിൽ നിങ്ങളെ നോക്കാൻ പോലും കഴിയാത്ത വിധം അവൻ നിസ്സാരനായി മാറും. വളർച്ചയെന്നാൽ സാമ്പത്തിക ലാഭം മാത്രമല്ല, അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കരുത്താണ്. ലോകം നിങ്ങളെ ആദരിക്കുമ്പോൾ അന്ന് നിങ്ങളെ അപമാനിച്ചവൻ നിഴലിൽ ഒളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വളർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ വിജയത്തിന്റെ കാഹളം മുഴക്കാൻ നിങ്ങൾ തീരുമാനിച്ചോ? എങ്കിൽ ആ ദൃഢനിശ്ചയം ഇവിടെ രേഖപ്പെടുത്തുക. 3. ഭയം വിതയ്ക്കുന്ന സാന്നിധ്യം. ചാണക്യൻ പറയുന്നു, പത്തി വിടർത്താത്ത പാമ്പിനെ ഭയപ്പെടാൻ ആരുമുണ്ടാകില്ല. വിഷമുണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ താൻ അപകടകാരിയാണെന്ന തോന്നൽ ശത്രുവിലുണ്ടാക്കാൻ പാമ്പിന് കഴിയണം. ഇതിനെയാണ് ഭയം വിതയ്ക്കുന്ന സാന്നിധ്യം എന്ന് വിളിക്കുന്നത്. നിങ്ങളെ അപമാനിച്ചവൻ നിങ്ങളെ കാണുമ്പോൾ വഴിമാറി നടക്കുന്നത് ബഹുമാനം കൊണ്ടല്ല, മറിച്ച് നിങ്ങളിലെ ഈ പുതിയ മാറ്റം നൽകുന്ന ഭയം കൊണ്ടായിരിക്കണം. നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ സംസാരം, ഇതിലെല്ലാം ഒരു ചക്രവർത്തിയുടെ ഗാംഭീര്യമുണ്ടായിരിക്കണം. നിങ്ങളെ പരിഹസിച്ചവന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കുക. ആ നോട്ടത്തിൽ ദേഷ്യമുണ്ടാകരുത്. പകരം അവനെ കീഴ്പ്പെടുത്തുന്ന ഒരു തണുത്ത ശാന്തതയുണ്ടായിരിക്കണം. ആ നോട്ടം അവനോട് പറയണം, നീ ചെയ്തത് വലിയൊരു തെറ്റാണ്, അതിന്റെ വില നീ വൈകാതെ നൽകും. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു വിചാരിക്കും എന്ന പേടി നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കുക. ആരെയും പ്രീണിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഒരു മുറിയിലെ അന്തരീക്ഷം മാറണം. വാക്കുകൾ മിതമായി ഉപയോഗിക്കുക, എന്നാൽ പറയുന്ന ഓരോ വാക്കും ആയുധം പോലെ മൂർച്ചയുള്ളതാക്കുക. നിങ്ങളെ തൊടാൻ ഭയക്കുന്ന, നിങ്ങളുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ മടിക്കുന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾ ഉയരുക. നിങ്ങളെ നിസാരക്കാരനായി കണ്ടവർ ഇനി നിങ്ങളെ കാണുമ്പോൾ ശ്വാസമടക്കി നിൽക്കണം. അത് നിങ്ങളുടെ പ്രതികാരമല്ല, അത് നിങ്ങളുടെ അധികാരമാണ്. ആ അധികാരം നേടിയെടുക്കാൻ, ആ കരുത്ത് ഉള്ളിൽ നിറയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഉള്ളിലെ ആ കടുവ ഉണർന്നു എന്ന് ലോകമറിയട്ടെ. ആ ആത്മവിശ്വാസം കമന്റ് ബോക്സിൽ അലയടിക്കട്ടെ. ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക, ഐ എം പവർഫുൾ. നിശബ്ദത പാലിച്ചു, വളർച്ച കൈവരിച്ചു, ഭയം വിതയ്ക്കുന്ന വ്യക്തിത്വമായി മാറി. ഇനി എന്താണ് വേണ്ടത്? ഇനി വേണ്ടത് ആത്യന്തികമായ വിജയമാണ്. ചാണക്യൻ പറയുന്നു, ശത്രുവിനെ നശിപ്പിക്കുക എന്നതിനർത്ഥം അവനെ കൊല്ലുക എന്നല്ല, അവനെ കൊണ്ട് പരാജയം സമ്മതിപ്പിക്കുക എന്നതാണ്. നിങ്ങളെ അപമാനിച്ചവൻ പിൽക്കാലത്ത് തന്റെ ആവശ്യത്തിനായി നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു നിമിഷമുണ്ടാകും. അന്നാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. അന്ന് അവനോട് ദേഷ്യപ്പെടരുത്, അവനെ ആട്ടിയോടിക്കരുത്. പകരം തികഞ്ഞ ശാന്തതയോടെ അവനെ സഹായിക്കുക. പക്ഷേ ആ സഹായം അവന് നൽകുന്ന ഒരു തിരിച്ചറിവുണ്ട്. താൻ തകർക്കാൻ നോക്കിയ ആൾ ഇന്ന് തന്നെ രക്ഷിക്കുന്നത്രയും ഉയരത്തിലാണെന്ന സത്യം. ആ തിരിച്ചറിവ് അവനെ ജീവിതാവസാനം വരെ നീട്ടിക്കൊണ്ടിരിക്കും. അത് നൽകുന്ന മുറിവ് വാളുകൊണ്ട് നൽകുന്ന മുറിവിനേക്കാൾ ആഴമുള്ളതായിരിക്കും. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ പൂർണ്ണമായും തോൽപ്പിക്കുന്നത് അവനെ വേദനിപ്പിക്കുമ്പോഴല്ല, മറിച്ച് അവൻ നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടാൻ പോലും യോഗ്യനല്ല എന്നവന് തോന്നുമ്പോഴാണ്. അപമാനിച്ചവരുടെ വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങരുത്. പകരം നിങ്ങളുടെ വിജയത്തിന്റെ ആരവം അവരുടെ കാതുകളിൽ എന്നും ഇടിമുഴക്കം പോലെ കേൾക്കണം. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് തോന്നേണ്ടത് വെറുപ്പല്ല, മറിച്ച് താൻ ചെയ്ത തെറ്റിനെപ്പറ്റിയുള്ള നിസ്സഹായതയാണ്. യുദ്ധം ജയിക്കാൻ ആയുധം വേണം, എന്നാൽ സാമ്രാജ്യം ഭരിക്കാൻ ചാണക്യന്റെ ബുദ്ധി വേണം. നിങ്ങളിലെ ആ ചാണക്യൻ ഉണർന്നു കഴിഞ്ഞു. ഇനി പിന്നോട്ടില്ല, ഇനി മുന്നേറ്റം മാത്രം. നിങ്ങളെ അപമാനിച്ചവരുടെ ലോകത്ത് നിങ്ങൾ ഇനി ഒരു പേടി സ്വപ്നമല്ല, പകരം അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതമായി മാറിക്കഴിഞ്ഞു. ഈ നിമിഷം മുതൽ പഴയ നിങ്ങളല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്. പുതിയൊരു വ്യക്തിത്വം, പുതിയൊരു കരുത്ത്. നിങ്ങളിൽ ഈ മാറ്റം സംഭവിച്ചു എന്നുറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പ് നിങ്ങളുടെ ആത്മാവിൽ തൊട്ട് പ്രഖ്യാപിക്കൂ. ഇതാണ് ചാണക്യൻ കാത്തുവെച്ച അവസാനത്തെ തന്ത്രം. നിങ്ങളെ അപമാനിച്ചവൻ നിങ്ങളെ ഭയപ്പെടുന്നത് നിങ്ങളുടെ പണമോ പദവിയോ കണ്ടിട്ടാകരുത്, മറിച്ച് നിങ്ങളിൽ സംഭവിച്ച ആ അവിശ്വസനീയമായ മാറ്റം കണ്ടിട്ടായിരിക്കണം. ചാണക്യൻ പറയുന്നു, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതികാരം ശത്രുവിനെ പോലെ ആവാതിരിക്കുക എന്നതാണ്. അവൻ നിങ്ങളെ ചീത്ത വിളിച്ചപ്പോൾ നിങ്ങൾ തിരിച്ചു വിളിച്ചില്ല. അവൻ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തിയപ്പോൾ നിങ്ങൾ കരഞ്ഞില്ല. പകരം ആ വേദനകളെല്ലാം ഉള്ളിലൊതുക്കി നിങ്ങളൊരു ഇരുമ്പ് മനുഷ്യനായി മാറി. നിങ്ങളുടെ സ്വഭാവത്തിൽ വന്ന ആ കാഠിന്യമാണ് അവനെ ഭയപ്പെടുത്തേണ്ടത്. പഴയ നിസ്സഹായനായ ആ മനുഷ്യൻ മരിച്ചു എന്നവൻ തിരിച്ചറിയണം. പകരം അവന്റെ മുന്നിൽ നിൽക്കുന്നത് തോൽപ്പിക്കാൻ കഴിയാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പുതിയ മനുഷ്യനാണെന്ന് അവന്റെ ആത്മാവ് വിളിച്ചു പറയണം. നിങ്ങളെ അപമാനിച്ചവർക്ക് മുന്നിൽ നിങ്ങളൊരു കടങ്കഥയാവുക. അവർക്ക് നിങ്ങളെ അളക്കാൻ കഴിയരുത്. നിങ്ങൾ എത്രത്തോളം ശാന്തനാണോ അത്രത്തോളം നിങ്ങൾ അപകടകാരിയാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. ഓർക്കുക, പരാജയപ്പെട്ടവൻ പ്രതികാരം ചെയ്യും, എന്നാൽ വിജയിച്ചവൻ അവഗണിക്കും. നിങ്ങളുടെ ആ അവഗണനയാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അവർ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ദാഹിക്കണം, പക്ഷേ നിങ്ങൾ ഒരു ഹിമാലയം പോലെ അവർക്ക് അപ്രാപ്യനായിരിക്കണം. ഇന്ന് ഈ വീഡിയോ കാണുന്നതോടെ നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ മനുഷ്യന്റെ അന്ത്യം കുറിക്കപ്പെടുകയാണ്. ഇനി ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു ചാണക്യനാണ്. ആർക്കും തൊടാൻ കഴിയാത്ത, ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു മഹാശക്തി.
നിങ്ങൾ ഈ മാറ്റത്തിന് തയ്യാറാണോ? നിങ്ങളുടെ ഉള്ളിലെ ആ സിംഹം ഉണർന്നു എന്ന് ലോകത്തെ അറിയിക്കാൻ സമയമായി. നിങ്ങളുടെ ആത്മവിശ്വാസം ഈ പ്രപഞ്ചം മുഴുവൻ മുഴങ്ങട്ടെ. ഓർക്കുക, ലോകം നിങ്ങളെ അളക്കുന്നത് നിങ്ങളുടെ വിജയങ്ങൾ കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ കേട്ട ഈ തന്ത്രങ്ങൾ വെറും വാക്കുകളല്ല, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ആയുധങ്ങളാണ്. നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ ഒരു ചക്രവർത്തിയെപ്പോലെ നിങ്ങൾ വളരുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ചാണക്യന്റെ ബുദ്ധിയും തന്ത്രങ്ങളും എന്നും നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളുടെ ഉള്ളിലെ ആ ചാണക്യനെ എന്നും ഉണർത്തി നിർത്താൻ, തോൽക്കാൻ മനസ്സിലാത്ത ഒരു പോരാളിയായി വളരാൻ. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. കാരണം ഇനി വരാനിരിക്കുന്ന ഓരോ തന്ത്രവും നിങ്ങളുടെ ശത്രുക്കളുടെ ഉറക്കം കെടുത്താൻ പോന്നതാണ്. ഇത് ദ റിയൽ ചാണക്യ. ഇവിടെ പരാജയത്തിന് സ്ഥാനമില്ല. അടുത്ത തന്ത്രവുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ ഉള്ളിലെ ആ സിംഹം ഗർജിക്കട്ടെ.